بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ബഹുമാനരായ സയ്യിദുൽ ഉലമാ, അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റ് ഉലമാക്കൾ, സാദാത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, വളരെ ബറക്കത്ത് നിറഞ്ഞ ഒരു സദസ്സിലാണ് നമ്മളിവിടെയുള്ളത്. മഹാനായ സയ്യിദ് അവർകൾ വളരെ ഗഹനമായ അർത്ഥവത്തായ കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മസ്ജിദ് എന്തിനെയാണ് അർത്ഥമാക്കുന്നത്, അതിലൂടെ നാം എന്താണ് നേടിയെടുക്കേണ്ടത്, നമ്മുടെ മനസ്സിന് വരുത്തേണ്ട ശുദ്ധീകരണം, മുഅ്മിൻ ഒരു സമ്പൂർണമായ മുഅ്മിനായി തീരേണ്ടതിന്റെ വഴികളെക്കുറിച്ചെല്ലാമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. മസ്ജിദ് അല്ലാഹുവിന്റെ ഭവനമാണ്. അല്ലാഹുവിന്റെ ഭവനം അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനുള്ള കേന്ദ്രമാണ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മസ്ജിദുകൾ പരിപാലിക്കുന്നത് അല്ലാഹുവിൽ വിശ്വാസമുള്ള, പരലോകത്ത് വിശ്വാസമുള്ള മനുഷ്യരാണ്. നിസ്കാരം സമയത്തിന് കൃത്യമായി പതിവായി നിർവഹിക്കുന്നവർ, അതിന്റെ ഷർത്ത് ഫർളുകൾ എല്ലാം പാലിച്ചുകൊണ്ട് നിസ്കാരം സമയത്തിന് നിർവഹിക്കുന്ന ആളുകൾ, അതുപോലെ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവരാണവർ. അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാത്തവർ, അവർ അല്ലാഹുവിനെ മസ്ജിദ് ഉണ്ടാക്കുന്ന വിഷയത്തിലോ മസ്ജിദ് നടത്തുന്ന വിഷയത്തിലോ ദീനിന്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ അവരൊരിക്കലും അല്ലാഹു അല്ലാത്തവരെ ഭയക്കുകയില്ല. അല്ലാഹുവിനെ മാത്രം ഭയക്കും, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കും, മറ്റൊരു ലക്ഷ്യവും അവർക്കുണ്ടാവുകയില്ല എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ തന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ ഭവനമുണ്ടാക്കി അതിൽ നിസ്കരിച്ചപ്പോൾ, അവിടെ നിന്ന് ഖുർആൻ പാരായണം ചെയ്ത് സുദീർഘനേരം നിസ്കരിച്ചപ്പോ അത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അതൊരു ശല്യമാവുകയും അതിനെ അവർ ആക്ഷേപിക്കുകയും ചെയ്തപ്പോ മഹാനവർകൾ അതൊന്നും വകവയ്ക്കാതെ വീണ്ടും അവിടെ നിസ്കാരം തുടരുകയായിരുന്നു. അതിനെക്കുറിച്ചാണ് പ്രത്യേകമായിട്ട് വലം യഖ്ശ ഇല്ലല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മസ്ജിദുകൾ വളരെ പവിത്രമായി സൂക്ഷിക്കണമെന്നും മസ്ജിദിൽ ആദാബുകൾ പാലിക്കണമെന്നും സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്തതായി കാണാം, യഅതി ഫീ ആഖിരി സമാനി ഉനാസും മിൻ ഉമ്മത്തി യഅതൂനൽ മസാജിദ്. അവസാന കാലത്ത് ചില ആളുകൾ മസ്ജിദുകളിൽ വരും, യഖഉദൂന ഫീഹാ ഹിലഖൻ, മസ്ജിദുകളിൽ അവര് വട്ടമിട്ടിരിക്കും, ദിക്റുഹുമുദ്ദുന്യാ വഹുബ്ബുദ്ദുന്യാ, അവരുടെ സംസാരമെല്ലാം ദുനിയാവായിരിക്കും. ദുനിയാവുമായി ബന്ധപ്പെട്ട മസ്ജിദാണെങ്കിൽ അതിന്റെ മോടിയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വാഹനങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും മറ്റ് ഭൗതിക ജീവിത ആഡംബരങ്ങളെക്കുറിച്ചായിരിക്കും അവർ മസ്ജിദിൽ വെച്ച് സംസാരിക്കുക. ലാ തുജാലിസുഹും, അങ്ങനത്തെ കമ്പനികളോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അങ്ങനത്തെ ആളുകൾ മസ്ജിദിൽ വരേണ്ട ആവശ്യം ഇല്ല.
അതുകൊണ്ട് മസ്ജിദിന്റെ ആദാബുകൾ വളരെ കൃത്യമായി പാലിക്കണം എന്നുള്ളതാണ്. മസ്ജിദ് ഉണ്ടാക്കുന്നവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഭവനമുണ്ടാക്കുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ല, മൻ അസ്റജ ഫീ മസ്ജിദിൻ സിറാജൻ ലം തസലിൽ മലായികതു വഹമലത്തുൽ അർശി യസ്തഗ്ഫിറൂന ലഹു മാ ദാമ ഫിൽ മസ്ജിദി ലൗഉഹു. മസ്ജിദിൽ ഒരാൾ ഒരു വിളക്ക് കത്തിച്ചാൽ, അഥവാ ഒരു ലാമ്പ് ഒരാളുടെ വക സംഭാവന നൽകിയാൽ, അല്ലെങ്കിൽ ഒരാളുടെ വക സോളാർ സംഭാവന നൽകിയാൽ, അതിലൂടെ ആ മസ്ജിദിൽ വെളിച്ചം നൽകുന്ന സമയത്തെല്ലാം ഈ മനുഷ്യന് അതിന്റെ കൂലി ലഭിക്കും. എന്നല്ല, മലായിക്കത്തുകൾ, ഹമലത്തുൽ അർശായ മലായിക്കത്തുകൾ ഉൾപ്പെടെ ധാരാളം മലക്കുകൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടും. അപ്പോ ഒരു വിളക്ക് കൊടുക്കുന്നത്, ഒരു ഫാൻ കൊടുക്കുന്നത്, ഒരു കാർപ്പറ്റിന്റെ പീസ് കൊടുക്കുന്നത്, അതിലെല്ലാം പുണ്യമുണ്ട്. മസ്ജിദിന് വേണ്ടി ദാനം ചെയ്യുന്നതിൽ പഴയകാലത്തെ ആളുകൾ കാണിച്ചിരുന്ന ഉത്സാഹം, വലിയ ഏക്കർ കണക്കിനുള്ള ഭൂമികൾ ഇന്ന് നമുക്ക് കാണാം. ഇന്ന് നമുക്കൊരു കഷ്ണം ഭൂമി മസ്ജിദിന് വേണ്ടി വാങ്ങണമെങ്കിൽ വളരെ പ്രയാസമാണ്. നാടുനീളെ നടന്നുകൊണ്ട് നാം അതിന് ധനം സമാഹരിക്കേണ്ടി വരും. പഴയകാലത്തെ ആളുകൾ വഖഫ് ചെയ്തു വെച്ചിട്ടുള്ള ഭൂമികളാണ് ഇന്ന് മസ്ജിദുകൾക്കും ഖബർസ്ഥാനും മറ്റാവശ്യങ്ങൾക്കുമെല്ലാം നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ ഒരാൾ മസ്ജിദ് ഉണ്ടാക്കിയാൽ സ്വർഗത്തിലൊരു വീട് അവർക്കുണ്ടാക്കും. 100 ആള് ചേർന്നൊരു മസ്ജിദ് ഉണ്ടാക്കിയാലോ സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഓരോ വീട് അല്ലാഹു തആല കൊടുക്കും. അല്ലാഹു തആലയുടെ ഖസാന വളരെ വലുതാണ്. എത്ര കൊടുത്താലും അത് അവസാനിക്കുകയില്ല. അപ്പൊ അതിൽ ആരെല്ലാം അതിൽ പങ്കുചേരുന്നുവോ അവർക്കെല്ലാം അതിന്റെ കൂലി ലഭിക്കും. ഈ ഹദീസ് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വഹാദിഹിൽ മസാജിദുല്ലതി തുബ്നാ ഫി തുറഖ്, മത്റൂഖായ മസ്ജിദുകളെ പറ്റിയാണോ ഈ പറഞ്ഞത്? അഥവാ പ്രൈവറ്റ് ക്യാമ്പസിനുള്ളിലുള്ളതല്ല, പബ്ലിക്കിന് എപ്പോഴും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള മസ്ജിദുകളെ പറ്റിയല്ലേ ഈ പറഞ്ഞിട്ടുള്ളത്? തങ്ങൾ പറഞ്ഞു, നഅം വഹാദിഹിൽ മസാജിദുല്ലതി തുബ്നാ ഫി തുറഖ്, മത്റൂഖായ മസ്ജിദുകളെ പറ്റിയാണ് പറഞ്ഞത്. മത്റൂഖായ മസ്ജിദ് എന്ന് പറഞ്ഞാൽ വഴിയോരങ്ങളിലുള്ള മസ്ജിദ്, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. പബ്ലിക്കിന് പ്രത്യേകമായ അനുമതിയൊന്നും വാങ്ങാതെ കയറി വരാൻ പറ്റുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. മത്റൂഖായ പള്ളിയിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ജമാഅത്ത് നടക്കാൻ പറ്റും. ചില ആളുകളുണ്ടെങ്കിൽ ഒരു ജമാഅത്ത് നടക്കുമ്പോ അതിന് മുമ്പ് ആരെങ്കിലും വന്ന് നിസ്കരിച്ചാൽ അപ്പോഴേക്കും ഒച്ച ഉണ്ടാക്കും. ചിലർ ഒരു ജമാഅത്ത് നടക്കുമ്പോ വേറൊരാൾ ജമാഅത്തിന് കൈയെട്ടിയാൽ 2 ജമാഅത്ത് പാടില്ല എന്ന് പറയും. അങ്ങനൊന്നും പറയാൻ പാടില്ല. ചിലപ്പോ അവിടെ നടക്കുന്ന താമായ ജമാഅത്തായിരിക്കും, ഈ നിസ്കരിക്കുന്നവർ മുസാഫിറായിരിക്കും, അവർക്ക് ഖസ്റായി നിസ്കരിക്കണമെന്നുണ്ടാകും. അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് അയാൾക്ക് ട്രെയിനോ ബസ്സിനോ പോകാനുണ്ടാകും. അതിനൊന്നും തടസ്സമില്ല. ഒരേ സമയത്ത് എത്രയും ജമാഅത്ത് നടക്കാം. ഔദ്യോഗിക ജമാഅത്ത് നടക്കുന്നതിന് മുമ്പും ജമാഅത്ത് നടത്താം. അവർക്കും ഫാനിടാം. ചില ആളുകള് മെയിൻ ജമാഅത്തിന് മാത്രമേ ഫാനിടാവൂ എന്നിട്ട് ഓഫാക്കുന്ന ആൾക്കാരുണ്ട്. അത് നിസ്കരിക്കുന്ന ആളുകൾക്കും ഖുർആൻ ഓതുന്നവർക്കും കിതാബ് ദർസ് നടത്തുന്നവർക്കും എല്ലാറ്റിനും വേണ്ടിയാണല്ലോ അത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ചില അന്ധവിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഞാൻ ഇന്ന് വരുമ്പോ കുറ്റിപ്പുറത്തിനടുത്തൊരു സ്ഥലത്ത് എഴുതി വെച്ചത് കണ്ടു, ബെഗിങ് നോട്ട് അലൗഡ്, ഭിക്ഷാടനം പാടില്ല. ആര് പറഞ്ഞു ഭിക്ഷാടനം പാടില്ല? ഭിക്ഷാടനം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ ഭിക്ഷാടനം നടത്തുന്ന മനുഷ്യൻ പരലോകത്ത് ചെല്ലുമ്പോൾ അവന്റെ മുഖത്ത് മാംസമുണ്ടാവുകയില്ല, അസ്ഥികൂടം മാത്രമായിരിക്കും. ഭിക്ഷാടനത്തെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ചോദിക്കുന്നവന്റെ അവകാശം അവിടെയുണ്ട്. ഈ നാട്ടിൽ ആരും ഭിക്ഷാടനം പാടില്ല എന്നുള്ള നോട്ടീസ് ഒട്ടിക്കാൻ പാടില്ല, മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് എഴുതി വെക്കാൻ പാടില്ല. അതേസമയത്ത് മസ്ജിദിൽ കിടക്കുമ്പോൾ വായിൽ നിന്ന് എന്തെങ്കിലും ഒലിച്ചിട്ട് കാർപ്പറ്റ് വൃത്തികേടാകരുത്, വിയർത്തൊലിച്ച് കാർപ്പറ്റ് വൃത്തികേടാവരുത്. അപ്പൊ കിടക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് വിരിപ്പെടുത്ത് വിരിച്ചിട്ട് കിടക്കാം, അല്ലെങ്കിൽ വിരിപ്പ് വിരിച്ചിട്ട് ഉറങ്ങണം എന്നൊക്കെ പറയാം. അല്ലാതെ മസ്ജിദിൽ കിടക്കാൻ പാടില്ല എന്ന് പറയരുത്. മസ്ജിദ് എല്ലാ സമയത്തും ആളുകൾക്ക് ഇബാദത്തിന് വേണ്ടി സൗകര്യം ചെയ്യേണ്ടതാണ്. ജമാഅത്ത് കഴിഞ്ഞാൽ മെയിൻ മസ്ജിദ് പൂട്ടിയിട്ടാലും
മസ്ജിദിൽ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവണം. ഈവൻ പാതിരാത്രിയിൽ പോലും സൗകര്യം ഉണ്ടാകേണ്ടതാണ്. ഇന്നത്തെ കാലത്തെ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം ചിലപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് സാധ്യമായില്ലെങ്കിലും വഴിയോരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പാതിരാത്രിയിൽ പോകുന്ന ആളുകൾക്കും വേണ്ടി വന്നാൽ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവന്റെ സൽക്കർമ്മങ്ങൾ, മനുഷ്യന് അവന് മരിച്ചാലും കിട്ടുന്ന സൽക്കർമ്മങ്ങൾ, ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മസ്ജിദ്. അതുപോലെ വെള്ളം സ്വതക്ക ചെയ്യുന്നത്, റോഡ് സ്വതക്ക ചെയ്യുന്നത്. റോഡിന് ഭൂമി കൊടുക്കാൻ ആളുകൾക്ക് വലിയ മടിയാണ്. റോഡിന് ഭൂമി കൊടുക്കുന്നതിന് വലിയ കൂലിയാ. ആ റോഡിലൂടെയല്ലേ ആളുകൾ ഹജ്ജിന് പോകുന്നത്, ആ റോഡിലൂടെയല്ലേ ആളുകൾ മസ്ജിദിലേക്ക് പോകുന്നത്, ആ റോഡിലൂടെയല്ലേ ആളുകൾ രോഗികൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. എത്ര വലിയ പുണ്യമുള്ള കാര്യമാണ് റോഡുകളും വഴികളും എന്ന് പറയുന്നത്. അതിനെല്ലാം കൊടുക്കുമ്പോ അത് ഓരോന്നിന്റെയും ആവശ്യകതയും ലറൂറത്തും അനുസരിച്ച് അതിന്റെ കൂലി വ്യത്യാസപ്പെടും. ചില സന്ദർഭങ്ങളിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ കൂലി കിട്ടും ഒരു റോഡ് വെട്ടിയാൽ, അതിന്റെ അനിവാര്യതയനുസരിച്ച്. അപ്പൊ ധർമ്മങ്ങൾ ചെയ്യുന്നത്, സ്ഥിരമായി കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന, സ്ഥിരമായി നിലനിൽക്കുന്ന സ്വതക്കകൾ ചെയ്യുന്നത്, ആ ഒരു കാര്യമാണ് ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം. ഇന്നിപ്പോ വഖഫ് വലിയ ചർച്ചയാക്കപ്പെട്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും വഖഫിനെ പ്രതിരോധിക്കാനുള്ള, വഖഫ് ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങളാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത്. അതുപോലെ അതിനുശേഷമുള്ള പല രാജ്യങ്ങളും അധിനിവേശം നടത്തിയപ്പോൾ അവിടെയൊക്കെ ചെയ്തിരുന്നത്. ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് കോടിക്കണക്കിന് ഏക്കർ ഭൂമികൾ വഖഫിന്റേത് നഷ്ടപ്പെട്ട് കട്ടുമുടിച്ചു പോയിട്ടുണ്ട് എത്രയോ കാലം മുമ്പ് തന്നെ. ഇനി ബാക്കിയുള്ളതും കൂടെ അവസാനിക്കാനുള്ള ചില നിയമങ്ങളാണ് വഖഫ് ബൈ യൂസേഴ്സ്. ബൈ യൂസേഴ്സ് വഖഫായിട്ടുള്ളത് വഖഫായി കൂട്ടൂല, രേഖ വേണം എന്ന് പറയുന്നത്. 500 കൊല്ലം ആധാരം എഴുതാത്ത കാലത്തുള്ള ഭൂമിക്ക് എങ്ങനെയാണ് ആധാരം ഉണ്ടാവുക? അങ്ങനെയുള്ള ചില നിയമങ്ങൾ നമ്മുടെ വഖഫ് ബില്ലിൽ കടന്നുകൂടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വഖഫ് ചെയ്യാൻ മുസ്ലിം ആകണം എന്നില്ലല്ലോ. ഒരു നാട്ടിലെ കുബേരനായ ഒരാൾ തന്റെ ഇല്ലത്തിന്റെ 2 ഏക്കർ ഭൂമി മുസ്ലിങ്ങൾക്ക് ഖബർസ്ഥാനായി കൊടുത്തു. അങ്ങനെ വഖഫ് ചെയ്യാൻ പറ്റും. വഖഫ് ചെയ്യണമെങ്കിൽ മുസ്ലിം ആകണം എന്ന ഷർത്തില്ല. അങ്ങനെയുള്ള വഖഫ് ലോകത്ത് വന്നിട്ടുള്ള ഒരു സമ്പ്രദായം തന്നെയാണ്. അതുപോലുള്ള കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ലോകം ആസൂത്രണം ചെയ്യുന്നത്. കുടിവെള്ളത്തിന്റെ വഖഫുകൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് അത് വഖഫ് ചെയ്യുന്നത്. കുളങ്ങൾ, അതുപോലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ വേണ്ടി എല്ലാവർക്കും ഗുണം കിട്ടുന്ന രീതിയിൽ വഖഫ് ഇത്രയേറെ ലോകത്ത് വലിയൊരു ചാരിറ്റി സമ്പ്രദായം മറ്റൊരാളിലും ഒരു പ്രസ്ഥാനത്തിലും കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിന്റെ സക്കാത്ത് സമ്പ്രദായം, ഇസ്ലാമിന്റെ സ്വതക്ക ചെയ്യാനുള്ള പ്രേരണകൾ, ഇതൊക്കെ നോക്കിയാൽ നമുക്ക് കാണാം അത് തുല്യതയില്ലാത്തതാണ്. 2% സക്കാത്ത് കൊടുക്കണം എന്ന ആ ഒരു തത്വത്തിൽ നിന്നാണ് ഇന്ന് ലോകത്ത് കമ്പനികൾക്ക് കോർപ്പറേറ്റ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന പേരിൽ 2% കൊടുക്കണം. 10 ലക്ഷത്തിന് മുകളിൽ ആനുവൽ ടേൺ ഓവറുള്ള കമ്പനികൾ. അപ്പോ ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് മറ്റുള്ളവർ വേറെ പേര് വെച്ചിട്ടെങ്കിലും ചെയ്യട്ടെ, അതിന് ഉപകാരം മനുഷ്യർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം മസ്ജിദുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മസ്ജിദിൽ നടക്കണം. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനോട് ഡമാസ്കസിലെ ജനങ്ങൾ ഫത്വ ചോദിച്ചു, മസ്ജിദുകൾ ഉയർത്തിയുണ്ടാക്കാൻ പാടുണ്ടോ, ഗംഭീരമായ മസ്ജിദുകൾ ഉണ്ടാക്കാൻ പാടുണ്ടോ എന്ന്. ഇമാം ഫത്വ കൊടുത്തു. അതിനല്ലാഹു അൻ തുർഫഅ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ ഫതാവയിൽ കാണാം അല്ലാഹു തആല മസ്ജിദുകൾ ഉയർത്തിയുണ്ടാക്കാൻ സമ്മതം നൽകിയിട്ടുണ്ട്. വീടുകളും മറ്റുമൊക്കെ ഉഷാറായി വരുമ്പോൾ മസ്ജിദ് അതിനേക്കാൾ ഉഷാറാകണം. വീടുകളെല്ലാം ഘനഗംഭീരമാണ്, അതിമനോഹരമാണ്, അതിൻ്റെ ഇടയിൽ മസ്ജിദ് മാത്രം ഒരു മിസ്കീനായിട്ട് അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ നാട് വളരുമ്പോൾ നാടിനനുസരിച്ച് മസ്ജിദുകൾ വളരണം. പക്ഷേ അതിൽ നിന്നുള്ള അന്തസത്ത നഷ്ടപ്പെട്ടു പോകരുത്. കാലിഗ്രാഫികളും ഡിസൈനുകളും ചിത്രങ്ങളും അങ്ങനെ പലതും വന്നിട്ട് ചിലപ്പോഴൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിന്തയും അവ്യക്തമായ ബോധവുമില്ലാത്ത എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ
അതിൽ അബദ്ധങ്ങൾ സംഭവിക്കും. എന്തിനാണ് ഇസ്ലാമിക മദ്രസകൾ അവിടെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത്, മെഡിസിൻ പഠിപ്പിക്കുന്നത്, ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം മതം പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് സംശയിക്കുന്നവരുണ്ട്. പഴയകാലത്തെ ആലിമ്യങ്ങളൊക്കെ എല്ലാ വിദ്യാഭ്യാസവും മസ്ജിദിൽ വെച്ച് പഠിച്ചവരാ. സയ്യിദ് അവർകൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ ലോജിക്കൽ പ്രയോഗങ്ങൾ കണ്ടില്ലേ, റീസണിങ് അവർ മസ്ജിദിൽ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, ആസ്ട്രോണമി പഠിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഉസ്താദുമാരൊക്കെ തന്നെ മുതിർന്ന ഉസ്താദുമാരെല്ലാം പഠിച്ചിട്ടുള്ള വിഷയമാണത്. അപ്പോ ഭൗതിക വിദ്യ അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഫിഖ്ഹിനെ കൃത്യമായ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കൂല. അപ്പൊ എഞ്ചിനീയർമാർക്ക് അവര് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള മതപരമായ നിയമങ്ങൾ അറിയണം. ഇപ്പൊ മിഹ്റാബുകളൊക്കെ വലിയ റൂം അങ്ങ് ഉണ്ടാക്കും. അപ്പൊ ഇമാമിന് സുത്രത്തുണ്ടാകില്ല. ഇമാമ മുന്നോട്ട് കയറി നിന്നാലോ മഅ്മൂമിന്റെയും ഇമാമിന്റെയും ഇടയിലുള്ള ഫാസിലത്ത് ദീർഘിച്ചു പോകും. അതുപോലെ മിമ്പർ ഉണ്ടാക്കുന്നതിനും ഓരോന്നിനും കൃത്യമായ ചില രീതികൾ ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട്. മെഹ്റാബ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളതല്ല, പിന്നീടാണ് മസ്ജിദ് നബവിയിൽ മെഹ്റാബ് വന്നിട്ടുള്ളത്. എന്നാൽ ഈ മെഹ്റാബ് വന്നപ്പോ അതിനൊരു സ്റ്റൈലുണ്ട്, ഒരു ഷേപ്പ് ഉണ്ട്. അതെന്തിനാണ്? അത് ഖൽവത്താണ്. 3 ഭാഗവും ക്ലോസ് ചെയ്ത് ഇമാമിന്റെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കും പോകാതിരിക്കും. ആ ഖൽവത്തിന്റെ രീതിയാണ് മെഹ്റാബിന്റെ രീതി. മറ്റൊന്നതിന്റെ ഷേപ്പ് കൊണ്ട് കരണ്ടില്ലെങ്കിലും പ്രതിധ്വനിയിലൂടെ പിറകോട്ട് ശബ്ദം കേൾക്കും. പഴയകാലത്തെ മസ്ജിദുകളിലൊക്കെ ഗ്ലോബ് ടൈപ്പിലുള്ള ഡോമുകൾ ഉണ്ടാകും, ആർച്ചുകളും കുബ്ബകളും ഉണ്ടാകും. ഈ കുബ്ബകൾ സൗന്ദര്യത്തിന് മാത്രം ഉണ്ടാക്കുന്നതല്ല, ഒന്ന് വലിയ സ്പാനിലുള്ള നിർമ്മാണം. പഴയകാലത്ത് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് ചെയ്യണമെങ്കിൽ ആർച്ചുകളും ഡോമുകളും വേണം. എന്നാൽ ഈ ഡോമുകളുടെ അടിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിന് ശബ്ദം ഉയരും. അപ്പൊ മൈക്കും മറ്റൊന്നും ഇല്ലാത്ത കാലത്തും ആ ഒരു ശാസ്ത്രീയത ഉപയോഗിച്ചുകൊണ്ടാണ് പഴയകാലത്തെ ആർക്കിടെക്റ്റുകൾ അതിനെ പണിതിട്ടുള്ളത്. ഇമാമ നിൽക്കാനുള്ള സ്ഥലം വസത്തിലാകണം, 1ാമത്തെ സഫിന്റെ സെന്ററിലായിരിക്കണം ഇമാമിനുള്ള സ്ഥാനം. ഇപ്പൊ മെഹ്റാബ് ഉണ്ടാക്കിയിട്ട് പകുതി മിമ്പർ എടുത്തു പോയാൽ ഇമാം ഒരു സൈഡിലേക്കായി പോകും. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചെറിയ മെഹ്റാബായിരിക്കും, അതിനുള്ളിൽ വലിയൊരു മെമ്പർ ഉണ്ടാവും, പിന്നെ ഇമാമിന് കുടുങ്ങി നിൽക്കേണ്ടി വരും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. ഇപ്പൊ കാലിഗ്രാഫിയുടെ ഒരു കാലമായി CNC കട്ടിങ് വന്നതുകൊണ്ട് എല്ലാം കാലിഗ്രാഫി ചെയ്യും. ചില ആയത്തുകളൊന്നും എഴുതിയാല് ചിലതിന്റെ പുള്ളി മാറിപ്പോയിട്ടുണ്ടാകും, ചിലതിന് ഡബിൾ പുള്ളി വന്നിട്ടുണ്ടാകും, ആയത്തുകൾ തെറ്റിപ്പോകുന്നുണ്ടാകും. അതുപോലെ സ്റ്റാറുകൾ ഉണ്ടാക്കുമ്പോ ഈ സ്റ്റാർ ജൂതന്മാരുടെ സ്റ്റാർ ഉണ്ട്, ഇസ്ലാമിക് സ്റ്റാർ ഉണ്ട്, അതുപോലെ ക്രിസ്ത്യാനികളുടെ സ്റ്റാർ ഉണ്ട്. സ്റ്റാറുകൾക്കൊക്കെ വ്യത്യാസ പാറ്റേണുകളുണ്ട്. 5 സ്റ്റാറുകളുണ്ട്, 5 കോണുള്ള നക്ഷത്രമുണ്ട്, 8 കോണുള്ള നക്ഷത്രമുണ്ട്, അൻ നജ്മുൽ ഇസ്ലാമി, അൻ നജ്മുൽ ഫുതുവ എന്നൊക്കെ പറയുന്ന നക്ഷത്രമുണ്ട്. അതാണ് ഇസ്ലാമിക ആർക്കിടെക്ചറുകളിൽ പഴയ ജിയോമെട്രി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പഴയ കാലത്തെ ഇസ്ലാമിക ആർക്കിടെക്ചറുകളിൽ നിന്ന് ഇത് നമ്മുടെ നാടുകളിലേക്ക് ഇപ്പൊ വ്യാപകമായി കടന്നു വന്നു. എന്നാൽ 6 കോണുള്ള സ്റ്റാർ ഉണ്ട്. അത് ഇസ്രായേലിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ജൂയിഷ് നജ്മു ദാവൂദ് എന്ന് പറയും, ഡാവീഡിന്റെ സ്റ്റാർ. അത് 6 കോണുള്ളതാ. ഉണ്ടാക്കുന്ന ആശാരിക്കോ എഞ്ചിനീയർക്കോ ഇതൊന്നും അറിയില്ല എനിക്ക്. അപ്പൊ അവര് നല്ല മൊഞ്ചുള്ള ഒരു ചിത്രം അങ്ങ് വെക്കും. ചിലപ്പോ ഈ സൂര്യാരാധകർ ഉപയോഗിക്കുന്ന ഒരു സണ്ണിന്റെ ഒരു ഡയലുണ്ട്, ഇങ്ങനെ വക്കിൽ ഇങ്ങനെ നൂല് പോലെ ചിതറിക്കിടക്കുന്ന ഒരു സാധനം. ചില വീടുകളിലൊക്കെ ചെന്നാൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഓരോ പോയിന്റുകളിലും ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും അതിന് വളരെ വ്യക്തമായ ചില അർത്ഥങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. മസ്ജിദുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? മസ്ജിദ് നിസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ്, മസ്ജിദ് ദിക്ർ ചെല്ലാൻ വേണ്ടിയുള്ളതാണ്. അതിന് അല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മുഹു, മസ്ജിദുകളിൽ അല്ലാഹുവിന്റെ ദിക്ർ ചെയ്യാൻ വേണ്ടിയുള്ള ഭവനങ്ങളാണ്, സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്, ദർസ് നടത്താൻ വേണ്ടിയുള്ള ഇടങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള മസ്ജിദ് ഖുബായും അതിനുശേഷം വലിയ മസ്ജിദ് നബവി ഈത്തപ്പന മടൽ കൊണ്ട് അതിന്റെ കാണ്ഡം കൊണ്ടുണ്ടാക്കിയ തൂണുകളും അതിൽ വെച്ചു കെട്ടിയ ഈത്തപ്പനയോല കൊണ്ടുള്ള റൂഫും മണൽ വിരിച്ച നിലവും അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സൗകര്യമായിരുന്നു. ആ മസ്ജിദിൽ ദർസുണ്ട്, റെസിഡൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ,
അതാണ് അഹ്ലു സുഫ എന്ന് പറയുന്നത്. താമസിച്ചു പഠിക്കുന്നവർക്ക് ഇടമുണ്ട്. ഫത്വ ചോദിക്കാൻ വരുന്നവർ മസ്ജിദിലേക്കാണ് വരുന്നത്. അതൊരു ഇൻഫർമേഷൻ സെന്റർ ആണ്. പരാതികളുമായി ആളുകൾ വരുന്നത് മസ്ജിദിലേക്കാണ്. അവിടെ ഒരു യഥാർത്ഥത്തിൽ ഒരു മഹ്കമയുടെ സ്വഭാവം അതിനുണ്ട്. അവിടെ മസ്ലഹത്ത് ചെയ്യുന്ന സ്ഥലമാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും മസ്ലഹത്താക്കുകയും ഒക്കെ ചെയ്യുന്ന ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ക്രിമിനൽസിനെ പിടിച്ച് കെട്ടിയിട്ടത് പള്ളിയുടെ തൂണിലായിരുന്നു. മദീനയിൽ ചെന്നാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് മസ്ജിദ്. അതിനുവേണ്ടി നാം നമ്മുടെ മസ്ജിദുകളെ, കോടികൾ ഉപയോഗിച്ചു ഉണ്ടാക്കിയ മസ്ജിദുകളെ 24 മണിക്കൂറും അല്ലെങ്കിൽ ദ മാക്സിമം അവേഴ്സ്, രാത്രി ഒരു ബ്രേക്ക് ഇട്ടാലും പരമാവധി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാക്കണം. അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാതെ അങ്ങ് കഴിഞ്ഞു പോയാൽ നിശ്ചിത കാലം കഴിയുമ്പോൾ അത് പഴയതാകും. അപ്പൊ ഉപയോഗിക്കാതെ പോകുന്നത് നഷ്ടമാണ്. അതുകൊണ്ട് ഖുർആൻ പഠന ക്ലാസ്സുകളും ദർസുകളും തുടങ്ങി അങ്ങനെ ഓരോന്നും അതിൽ നടക്കുകയും മസ്ജിദ് വലിയ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കേന്ദ്രമാവുകയും ചെയ്യണം. അതിനുള്ളിൽ ഇൽമ് പറയുക, കേൾക്കുക, അതുപോലുള്ള കാര്യങ്ങൾ പറയുക, കേൾക്കുക. ഞാൻ ഇന്ന് പറഞ്ഞു, വളണ്ടിയർമാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഞാൻ സാധാരണ പറയല്, വളണ്ടിയർമാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മയ്യത്ത് എടുക്കുന്ന സമയത്ത്, നമ്മുടെ സാധാരണ മയ്യത്ത് കവറിൽ ഇറക്കുമ്പോ വലിയ ഒച്ച ഉണ്ടാവും ഇവിടെ, അല്ലേ? എന്താണ് ഒച്ച ഉണ്ടാവാറ്? മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറയും. ഒച്ച ഉണ്ടാക്കില്ലേ ഒച്ച ഉണ്ടാക്കില്ലേ എന്ന ശബ്ദമാണ് ഉണ്ടാവുക, വേറൊരു ഒച്ച ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് നിൽക്ക് ഇങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞ നിയന്ത്രണമായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് തീരെ മിണ്ടാതിരുന്നാൽ ഒരൊച്ച ഉണ്ടാവില്ല. അപ്പൊ നിയന്ത്രിക്കുന്ന ആളുകള് നമ്മുടെ ചില സ്ഥലത്ത് റെസ്റ്റോറന്റുകളില് സപ്ലൈക്ക് വേണ്ടി സംസാരിക്കാത്ത ആളുകളെ ആക്കാറുണ്ട്. ഒരു ശല്യം ഉണ്ടാവില്ല. ഇതുപോലെ നമ്മുടെ മസ്ജിദുകളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നല്ല ആദാബുകൾ പാലിക്കുന്നത് നമ്മുടെ വരും തലമുറക്ക്, നെക്സ്റ്റ് ജനറേഷന് കണ്ടുപഠിക്കണമെങ്കിൽ നമ്മളിൽ നിന്ന് ആ കാര്യങ്ങളെല്ലാം കിട്ടണം. മാഷാ അല്ലാഹ്, വളരെ മനോഹരമായൊരു മസ്ജിദ്, ഒരു പാതയോരത്ത് പ്രൗഢമായൊരു മസ്ജിദ്, പോകുന്ന ആളുകൾക്ക് കയറി നിസ്കരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മസ്ജിദാണ് ഇവിടെ പണിതുയർത്തിയത്. 2.5 വർഷത്തോളം എടുത്ത കഠിനാധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു കമ്മിറ്റി അംഗങ്ങളൊക്കെ ജാമിഉൽ ഫുതൂഹില് വന്നപ്പോ ഒരു പറഞ്ഞതിന്റെ പിന്നിലുണ്ടായ അധ്വാനം, അൽഹംദുലില്ലാഹ്, ആ അധ്വാനത്തിനെല്ലാം അല്ലാഹു പ്രതിഫലം തരും. അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക്, ചിത്രം വരച്ചവർക്ക്, ഉറക്കം ഒഴിച്ചവർക്ക്, അതിനുവേണ്ടി സമയം ചെലവഴിച്ചവർക്ക്, അതിനുവേണ്ടി ഓരോരോ പെന്നിയും ചെലവഴിച്ച ആളുകൾക്കെല്ലാം നിയ്യത്ത് ശരിയാണെങ്കിൽ കൂലി കിട്ടും. അപ്പൊ നിയ്യത്ത് ശരിയാക്കുക. നിയ്യത്തിന് നേരത്തെ വേറെന്തോ നിയ്യത്തുണ്ടെങ്കിലും അത് കൺവെർട്ട് ചെയ്യാം. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള മാർഗമാക്കി മാറ്റുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശം ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ വളർന്നു വരുന്നതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ പൊന്നാനിയുടെ അലയൊലികൾ അടിച്ചു വീശിയിട്ടുള്ള കിഴക്കൻ പ്രദേശമാണ്. ഇവിടുന്ന് വരുന്ന വഴിയിലെല്ലാം മസ്ജിദുകളോട് ചേർന്ന് നമുക്ക് വലിയ മഹാന്മാരുടെ മഖ്ബറകൾ കാണാൻ കഴിയും. പൊന്നാനി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം അവിടെ നിന്ന് വന്നിട്ടുള്ള ഉലമാക്കൾ, അവര് സ്ഥാപിച്ചിട്ടുള്ള മദ്രസകൾ, ഖദിയാരകത്തും മുസ്ലിയാരകത്തും വിവിധ കുടുംബങ്ങളും അവർ വന്ന് അങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ആ ഒരു പാരമ്പര്യമാണ് അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ അക്കാര്യം ഏറ്റെടുത്തുകൊണ്ട് 1920-കൾക്ക് ശേഷം അതൊരു സംഘടിത രൂപത്തിൽ വരികയും അങ്ങനെ ഇവിടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മദ്രസ പ്രവർത്തനങ്ങൾ, യുവാക്കൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പൊതുവായ അവരുടെ ദീനീയായ സാമൂഹിക രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. അത് 100 വർഷം പൂർത്തിയാകുമ്പോൾ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും അതിൽ സന്തോഷിക്കുകയും അതിമഹത്തായ ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ഞാനും ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാം അല്ലാഹു തആല ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ദീനിന്റെ ഖാദിമുകളായി
നിലനിൽക്കാൻ, പ്രവർത്തിക്കാനും ഈമാനോട് മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിന്റെ ലയാലിൻ അശ്റിന്റെ ദിനങ്ങളാണ്. 10 ദിവസം വളരെ പോരിശയുള്ള രാത്രികളാണ്, അതുപോലുള്ള ദിവസങ്ങളും ആണ്. ഈ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിനും രാത്രിയിൽ പ്രത്യേകമായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം മൂല്യമുള്ള സമയം. ഉദ്ഹിയ്യത്ത് അറക്കുക എന്ന് പറയുന്ന പ്രത്യേകമായ ഒന്ന്. ഉദ്ഹിയ്യത്ത് ബലി പോലെയല്ല. ബലി എന്ന് പറയുന്നത് ആളുകളെ മുഴുവനും നിർത്തി മൈതാനത്ത് കൊണ്ടുവന്ന് അങ്ങനെ കഴുത്ത് കുത്തിക്കൊന്ന് ആ മൃഗത്തെ സമർപ്പിക്കുന്ന ഒരു രീതിയാണ് ബലി എന്ന് പറയുന്ന ഹൈന്ദവ സംസ്കാരത്തിലുള്ള ബലി. പക്ഷെ ഇസ്ലാമിലുള്ള ഉദ്ഹിയ്യത്ത് അത് പ്രായോഗിച്ച, അത് ആ ഒരാൾ തന്നെ ചെയ്യുന്നു അല്ലെങ്കിൽ 7 ആൾ കൂടി ചെയ്യുന്നു. അതിനൊരു പബ്ലിസിറ്റിയുടെ സ്വഭാവം ഒന്നുമില്ല. ഇപ്പോ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ നല്ല വിലയാണ്. 60,000 70,000 ഒക്കെ കൊടുക്കണം ഒരു കന്നിന്. അപ്പൊ ബംഗാളിലും ആസാമിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 2500 റുപ്യ കൊടുത്താൽ ഒരു ഓഹരി ചേരാം എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ കൊടുത്തയച്ചാലും മതിയാകൂല. നമ്മുടെ നാടുകളിൽ തന്നെ അത് നടക്കണം. എക്സസ് ഉള്ളത് കൊടുക്കാം. ഒരാൾക്ക് 1 ഇറക്കാവൂന്നൊന്നുമില്ലല്ലോ. ഉദ്ഹിയ്യത്ത് ഒരാൾക്ക് എത്ര എണ്ണം ഇറക്കാം? 100 എണ്ണം വേണമെങ്കിലും ഇറക്കാമല്ലോ. അപ്പൊ ഒന്ന് നാട്ടിൽ ഇറക്കുക, അതിന് പുറമെ ഒന്ന് തമിഴ്നാട്ടിൽ ഇറത്തോ, ഒന്ന് ബംഗാളിൽ ഇറത്തോ, കുഴപ്പമില്ല. നാട്ടിൽ ഇത് ഇല്ലാതായി പോവുക, അല്ലെങ്കിൽ പണം ചെലവാക്കാനുള്ള മടി കൊണ്ട് അതില്ലാതായി പോവുക, അങ്ങനെ ഉണ്ടായിക്കൂടാ. കഴിയുന്നവരെല്ലാം തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുകയും അല്ലെങ്കിൽ അതിൽ ഭാഗമായി ചേരുകയും എല്ലാം ചെയ്തുകൊണ്ട് ദീനിന്റെ ശിആറുകൾ നിലനിർത്താൻ നാം പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനരായ പ്രായം ചേർന്ന മുതിർന്ന ധാരാളം സയ്യിദന്മാരും ഉസ്താദുമാരൊക്കെ വേദിയിലുണ്ട്. അല്ലാഹുവർക്കെല്ലാം ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, മസ്ജിദിനെ സഹായിച്ചിട്ടുള്ള സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ നീ കബൂലാക്കണേ അല്ലാ. ദോഷം പൊറുക്കണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. മരിച്ചവർക്ക് പൊറുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ നൽകണം അല്ലാ. ഹലാലായ സമ്പാദ്യങ്ങൾ നൽകണം അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കണേ അല്ലാ. ഈ ഭൂമിയെല്ലാം എത്രയോ കാലം മുമ്പ് വഖഫ് ചെയ്തിട്ടുള്ള മുഅ്മിനീങ്ങൾ, അവർക്കൊക്കെ എത്രയോ ഇരട്ടി പ്രതിഫലം നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളും മരിക്കുമ്പോൾ ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. സ്വർഗ്ഗലോകത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും. വളരെ അമൂല്യമായ വാക്കുകളാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെയും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി അവர்களுടെയും പ്രഭാഷണങ്ങളിലൂടെ നമുക്ക് കേൾക്കാനായത്. അൽഹംദുലില്ലാഹ്.